ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലും പാറുവും പൊങ്കാലയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നതാണ്. അതേസമയം അച്ചമ്മയും മറ്റുള്ളവരും ക്ഷേത്രത്തിൽ തൊഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ ഒരാളുടെ അടുത്ത് ചെന്ന് ചേട്ടാ എല്ലാം റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് എല്ലാം റെഡിയാണ്, ഈ പെട്ടിയിൽ നിറയെ തേനീച്ചയാണ്, ഇത് തുറന്നു വിട്ടാലേ പെട്ടി പെട്ടെന്ന് തന്നെ കാലിയാകും, ഇതിന്റെ കുത്തേറ്റാൽ കുത്തേറ്റയാളുടെ കാര്യത്തിലും തീരുമാനമാകും. തേനീച്ചകളുടെ കുത്തേൽക്കേണ്ടത് പാർവതിക്കാണ്, പാർവതി മരിച്ചാലും സാരമില്ല, പക്ഷേ വിശാലിനൊന്നും സംഭവിക്കാൻ പാടില്ല. അതെന്താണെങ്കിലും ഞാൻ ഏറ്റു മേഡം, മേഡം ആളെ മാത്രം കാണിച്ചു തന്നാൽ മതിയെന്ന് അയാൾ പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് താൻ എൻ്റെ ഒപ്പം വാ, ഞാൻ ആളെ കാണിച്ചു തരാം. അതേസമയം പാറുവിന്റെ പൊങ്കാല കിഴക്കോട്ട് തന്നെ തിളച്ചു തൂവുകയാണ്. ഇത് കണ്ട് പാറു സന്തോഷത്തോടെ വിശാലിനെ നോക്കുമ്പോൾ വിശാൽ ചോദിക്കുകയാണ് താൻ എന്തോ പ്രാർത്ഥിച്ചത്, ഇനിയെങ്കിലും പറ. ഒരു 100 ജന്മം എനിക്ക് വിശാൽ സാറിന്റെ ഭാര്യയായിരിക്കാൻ സാധിക്കണേന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. അല്ല, വിശാൽ സാർ എന്താ പ്രാർത്ഥിച്ചതെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് ഞാനും അത് തന്നെയാ പ്രാർത്ഥിച്ചത്, എല്ലാ ജന്മങ്ങളിലും പാർവതി എൻ്റെ ഒപ്പം ഉണ്ടാകണേ എന്ന്. അത്രയും പറഞ്ഞ് വിശാലും പാറുവും പരസ്പരം നോക്കുമ്പോൾ ജാസ്മിൻ വിട്ട അയാൾ പോയി പാറുവിൻ്റെ അടുത്ത് നിന്ന് തേനീച്ചക്കൂട് തുറക്കുകയാണ്. എന്നാൽ ജാസ്മിൻ്റെ പ്ലാൻ പാളുകയാണ്. തേനീച്ചകളെല്ലാം വിശാലിൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നു. എല്ലാവരും പേടിയോടെ വിശാലിനെ നോക്കുമ്പോൾ പാറു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് വരികയാണ്. അതിനുശേഷം വിശാലിന്റെ ദേഹത്തും അവിടെ ആകമാനവും പാറു മഞ്ഞൾപ്പൊടി വിതറുമ്പോൾ തേനീച്ചകളെല്ലാം കൂട്ടമായി പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. തേനീച്ചകളുടെ കുത്തേറ്റി കിടക്കുന്ന വിശാലിന്റെ അരികിലേക്ക് പാറു ചെല്ലുകയാണ്. തുടർന്ന് തേനീച്ചയുടെ കുത്തേറ്റി കിടക്കുന്ന വിശാലിന്റെ മുഖവും കൈയുമെല്ലാം കണ്ട് പാറു അവിടെ ഇരുന്ന് കരയുകയാണ്. തുടർന്ന് ഒരു കിഴിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐസ് വിശാലിന്റെ കയ്യിലും മുഖത്തുമൊക്കെ പാറു വെക്കുമ്പോൾ കണ്ണു തുറന്ന് വിശാൽ ചോദിക്കുകയാണ് നീ എന്താ പാർവതി ചെയ്യുന്നത്? അത് പിന്നെ തേനീച്ച കുത്തിയ സ്ഥലത്ത് ഐസ് വെച്ചാൽ പെട്ടെന്ന് ഭേദമാകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് ഈ കാലത്ത് ഇങ്ങനെയും ഭാര്യമാര് ഭർത്താക്കന്മാരെ പരിചരിക്കുന്നെന്ന് കേൾക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. നിന്റെ ഈ സ്നേഹം കൊണ്ട് തന്നെ എൻ്റെ ഈ രോഗം പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് ഉറപ്പാ പാർവതി. വിശാൽ സാറിന് വരുന്ന എല്ലാ കഷ്ടതകൾക്കും ഞാൻ തന്നെയാ കാരണമെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. നീ എന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുകയാ ചെയ്യുന്നത്. ഒരുപക്ഷെ നീ കാരണം എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അത് ഞാൻ കാര്യമായിട്ടെടുക്കില്ല. നീ കാരണം എനിക്ക് മരണം സംഭവിച്ചാലും അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശാൽ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പാറു വിശാലിന്റെ വാ പൊത്തുകയാണ്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്, സാറിന് ഒന്നും സംഭവിക്കില്ലെന്ന് പാറു പറയുന്നു. ഒന്ന് മാത്രമേ എനിക്ക് വിശാൽ സാറിനോട് പറയാനുള്ളൂ, വിശാൽ സാറ് സൂക്ഷിക്കണം, നന്നായി തന്നെ സൂക്ഷിക്കണം. ഞാൻ ആരെ സൂക്ഷിക്കണമെന്നാ നീ പറയുന്നത്? എന്നെ തന്നെ. ഞാൻ കാരണമാ സാറിന് ആപത്ത് വരാൻ പോകുന്നത്, സാറിനെ വിശ്വസിക്കണം. സാർ എനിക്കൊരു സഹായം ചെയ്തു തരാമോ? ഒന്നെങ്കിൽ എൻ്റെ 2 കൈയും വെട്ടിമാറ്റണം, അല്ലെങ്കിൽ എൻ്റെ കൈയും കാലും കിട്ടി ഏതെങ്കിലും മുറിയിൽ എന്നെ ബന്ധിക്ക്. എങ്കിൽ മാത്രമേ ഞാൻ കാരണം വിശാൽ സാറിന് ഒരബദ്ധം വരില്ലെന്ന് എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ. എൻ്റെ രക്ഷക നീയാണെന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പാർവതി. ഈ മുറിവിലൊക്കെ തേൻ പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ എല്ലാം മാറും, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് തേനീച്ച കുത്തിയാൽ തേൻ തന്നെയാ മരുന്നെന്ന് നീ പറയുന്നു, അതേപോലെ നീ കാരണം എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായാലും നീ തന്നെയായിരിക്കും എൻ്റെ മരുന്ന്, ആ കാര്യം കൂടി നീ ഓർക്കണം. തുടർന്ന് പാറു അവിടെ നിന്ന് പോകുമ്പോൾ പാറു പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ് വിശാൽ. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ആ തേനീച്ചക്കാരൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, എന്നിട്ട് അയാൾക്ക് കൊടുത്ത കാശ് മുഴുവൻ വേസ്റ്റ് ആയെന്ന് ജാസ്മിൻ മനസ്സിൽ പറയുമ്പോൾ ജാസ്മിൻ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് സുശീല വരികയാണ്. തേനീച്ച പ്രയോഗം കൊണ്ട് ആ പാർവതിയുടെ കഥ തീരുമെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? തേനീച്ചയുടെ കുത്തു മുഴുവൻ ഏറ്റത് വിശാലിനും. അത് ആന്റി അവിടെ നടന്നത് എന്താണെന്ന് ഞാൻ കണ്ടില്ല, എന്നെ ആരെങ്കിലും സംശയിച്ചാലോ എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാലും അവളുടെ ആയുസ് അപാരം തന്നെ എന്ന് സുശീല പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് ആ പാർവതി എന്താണെങ്കിലും ഞാൻ നശിപ്പിച്ചിരിക്കും, അവളെ വെള്ള പുതപ്പിച്ച് ഞാൻ കിടത്തിയിരിക്കും, ഇതെന്റെ വാശിയാ. ഇനി എന്താണെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ പഴുതടച്ചു വേണം ചെയ്യാനെന്ന് സുശീല പറയുമ്പോൾ ആന്റി അത് കണ്ടോ എന്ന് ജാസ്മിനും പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ്. പല്ലവി പാറുവിന്റെ മുറിയിലേക്ക് കയറുമ്പോഴാണ് അവിടെ മേശപ്പുറത്ത് കുപ്പിവളകൾ ഇരിക്കുന്നത് കാണുന്നത്. എന്താണെങ്കിലും ചേച്ചി ഇടുന്നില്ല, ഞാനെങ്കിലും എടുത്തിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ആ വളകളിടുമ്പോൾ അതിലെ വിപിൻ വരികയാണ്. തുടർന്ന് വിപിനെ പല്ലവി മുറിയിലേക്ക് വിളിക്കുകയാണ്. എനിക്കിവിടെ ഇരുന്ന് ആകെ ബോറടിക്കുന്നു. വിപിൻ സാറ് എൻ്റെ അടുത്തിരുന്ന് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞേ. എനിക്ക് കൊച്ചു വർത്താനം പറയാനായിട്ട് വേറെ മുറിയൊന്നും കിട്ടിയില്ലല്ലേ എന്ന് വിപിൻ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പാറു വരികയാണ്. കണ്ടാൽ ആകെ പ്രശ്നമാകുമെന്ന് പല്ലവി പറയുമ്പോൾ വിപിനും പല്ലവിയെ നോക്കുന്നു. തുടർന്ന് പല്ലവി വിപിനെയും കൊണ്ട് കട്ടിലിന്റെ അടിയിലേക്ക് കയറുകയാണ്. പാർവതി പോയതിനു ശേഷം പല്ലവിയും വിപിനും കട്ടിലിന്റെ അടിയിൽ നിന്നും ഇറങ്ങി വരുന്നു. തുടർന്ന് വിപിൻ അവിടെ നിന്ന് പോവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് ഇൻഷുറൻസ് ഏജന്റ് ഗായത്രി വില്ലയിലേക്ക് വരുന്നതാണ്. ഓഫീസിലെ ഒരു സ്റ്റാഫിന്റെ ഇൻഷുറൻസ് മെച്ചുവേർഡ് ആയിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നതെന്ന് അയാൾ പറയുമ്പോൾ ആ സ്റ്റാഫ് ഏതാണെന്ന് വിശാൽ ചോദിക്കുകയാണ്. ശേഖരൻ, അതാണ് അയാളുടെ പേരെന്ന് ആ ഏജന്റ് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.